ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ലിവറിൻ്റെ പൊസിഷൻ ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ന്യൂട്രലിൻ്റെ പൊസിഷൻ എന്തുകൊണ്ട് ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിൽ കൊടുത്തിരിക്കുന്നു, പിന്നെ കൺവെൻഷനലായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് താഴോട്ടും ബാക്കിയുള്ള ഗിയേഴ്സ് എല്ലാം മുകളിലോട്ടും ഉള്ള ഗിയർ പാറ്റേൺ എന്തുകൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ കേസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പാറ്റേണിലും ഡിസൈനിലും അല്ലാത്ത മോട്ടോർ സൈക്കിൾ ഇപ്പോഴും ലോകത്തിൽ പല മാനുഫാക്ചറിങ് കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈനെ പറ്റി, അതായത് എന്തുകൊണ്ട് അത് ഇങ്ങനെ വന്നു എന്നാരും കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. അതിനോടങ്ങ് ഇണങ്ങിച്ചേർന്ന് എല്ലാവരും മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യത്തെ കേസ് ഷിഫ്റ്റ് ലിവറിൻ്റെ പൊസിഷനെ പറ്റി നമുക്ക് പറയാം. 1950 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ മാനുഫാക്ചറിങ് കമ്പനികളും, അതായത് മോട്ടോർ സൈക്കിളിൻ്റെ മാനുഫാക്ചറിങ് കമ്പനികൾ അവരുടെ മോട്ടോർ സൈക്കിളിൽ ആ കാലഘട്ടങ്ങളിൽ ബ്രേക്കിനും ക്ലച്ചിനും പ്രത്യേകിച്ച് പൊസിഷനൊന്നുമില്ലായിരുന്നു. ഓരോ ബൈക്ക് കമ്പനികളും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നു ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും പൊസിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് അവരുടെ തന്നെ ഓരോ മോഡലിലും പല രീതിയിലായിരുന്നു. വേൾഡ് വാർ 2 കഴിഞ്ഞപ്പോൾ തൊട്ടേ ബൈക്ക് റൈഡിലേക്ക് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടു വരുന്നൊരു കാലഘട്ടമാണ് 1950 മുതൽ 70 വരെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഇറഗുലർ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് പാറ്റേൺസും ബ്രേക്ക് പാറ്റേൺസും. എല്ലാവർക്കും അത് അത്രത്തോളം കംഫർട്ട് ആയിരുന്നില്ല. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് അമേരിക്കയിൽ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ നടക്കാൻ തുടങ്ങി. അതായത് ബ്രേക്കും ഗിയർ ലിവറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അങ്ങനെ ഒരുപാട് അപകടത്തിന് ശേഷം 1970 കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ, മോട്ടോർ സൈക്കിളിൻ്റെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വലത് ഭാഗത്തോട്ടും കൺട്രോൾ സെറ്റപ്പ് എല്ലാം ഇടത് ഭാഗത്തോട്ടും മാറ്റി. അതായത് റൈറ്റ് ഫുട്ടും റൈറ്റ് ഹാൻഡും ബ്രേക്കിങ്ങിനും, ലെഫ്റ്റ് ഹാൻഡ് ക്ലച്ചിനും, ലെഫ്റ്റ് ഫുട്ട് ഗിയർ ചേഞ്ചിങ്ങിനും വേണ്ടി മാറ്റി. ഇനി തൊട്ട് അമേരിക്കൻ കമ്പനികളെല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അങ്ങനെ അമേരിക്കൻ ലെജിസ്ലേഷൻ ഈ ഒരു തീരുമാനം പുറത്തുവിട്ടു. അമേരിക്കയിലുണ്ടായിരുന്ന വൻകിട ചെറുകിട എല്ലാ കമ്പനികളും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. 1970കളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്ന അമേരിക്കയായിരുന്നു മോട്ടോർ സൈക്ലിംഗ് മാനുഫാക്ചറിങ് രംഗത്ത്. അതുകൊണ്ട് അവരിങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ബാക്കി കമ്പനികൾക്കും അത് അനുസരിക്കേണ്ടി വന്നു, അല്ലെ അത് ഫോളോ ചെയ്യേണ്ടി വന്നു. ബ്രിട്ടീഷ്, ഇറ്റാലിയൻ, ജാപ്പനീസ് അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള മോട്ടോർ സൈക്കിൾ കമ്പനീസ് എല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡിനെ അംഗീകരിച്ചും ഫോളോ ചെയ്തും അവരുടെ ബൈക്കുകൾ പുറത്തിറക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന കൺവെൻഷൻ രൂപത്തിലുള്ള കൺട്രോൾ സെറ്റപ്പ് മോട്ടോർ സൈക്കിളിൽ വന്നിരിക്കുന്നത്. ഇനി ന്യൂട്രലിൻ്റെയും ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേണിൻ്റെയും കാര്യം പറയുവാണെങ്കിൽ, അന്നുണ്ടായിരുന്ന 3 ഫേമസ് ഷിഫ്റ്റിംഗ് പാറ്റേൺ ആണ്. ഒന്ന്, നമ്മൾ ഈ 100cc കാണുന്ന ന്യൂട്രൽ ഏറ്റവും താഴെയും ബാക്കി ഗിയേഴ്സ് എല്ലാം മണ്ടയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ, അതൊന്ന്. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് സ്പോർട്സ് ബൈക്കിൽ കാണുന്ന ഫസ്റ്റ് താഴോട്ടും ന്യൂട്രൽ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക് ബാക്കിയുള്ള ഗിയേഴ്സ് മുകളിലോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ. മൂന്നാമതായിട്ടുള്ളത് അതിൻ്റെ നേരെ റിവേഴ്സ്ഡ് മോട്ടോ GP റേസിംഗിൽ കണ്ടുവരുന്ന പാറ്റേൺ, അല്ലെങ്കിൽ ഓൾഡ് മോഡൽ ബുള്ളറ്റിൽ കണ്ടുവരുന്ന പാറ്റേൺ. ഫസ്റ്റ് മണ്ടലോട്ടും ബാക്കി ഗിയറെല്ലാം താഴോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത്. ഇതായിരുന്നു ഉണ്ടായിരുന്ന 3 ഫേമസ് ആയിട്ടുള്ള പാറ്റേൺ ആ സമയത്ത്. ഈ 3 പാറ്റേണിലും ആദ്യം പറഞ്ഞ 2 ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ പാറ്റേണിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേനും അതിനകത്തൊരു പ്രശ്നമുണ്ട്. തുടർച്ചയായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് മൂലം ഫസ്റ്റ് ഇടുന്നതിന് പകരം നേരെ ന്യൂട്രലായി പോകും. അങ്ങനെ ആ കാരണം കൊണ്ട് കുറേ ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്കൊക്കെ എല്ലാ കമ്പനികൾക്കും പോയിരുന്നു. അതായത് ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ മാറ്റണം, അത് സേഫ് അല്ല, അങ്ങനെയുള്ള രീതിയിൽ ഉള്ള കുറേ ഫീഡ്ബാക്കുകൾ പോയിരുന്നു. ഇങ്ങനെ ആയപ്പോഴത്തേനും കമ്പനികളെല്ലാം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഗിയർ പാറ്റേൺ ആണ് ഫസ്റ്റ് താഴോട്ടും ബാക്കിയുള്ള ഗിയേഴ്സ് എല്ലാം മുകളിലോട്ടും തട്ടിയിടുന്നത്. അതിനകത്ത് തന്നെ ന്യൂട്രൽ ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക് കൊടുത്തു. അതിനൊരു കാരണമുണ്ട്. ന്യൂട്രൽ എന്ന് പറയുന്ന സാധനം നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞ് മാത്രം ഉപയോഗിക്കുന്നൊരു പൊസിഷനാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. സെക്കൻഡ് മുതൽ 5th വരെയുള്ള ഗിയറിൻ്റെ ഇടയ്ക്ക് ന്യൂട്രൽ കൊടുത്തിട്ട് കാര്യമില്ല. ഫസ്റ്റിന് താഴെ കൊടുത്തപ്പോഴത്തേനും അത് സേഫും അല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ആയപ്പോൾ സെക്കൻഡിന് ശേഷവും കൊടുത്തിട്ട് കാര്യമില്ല, ഫസ്റ്റിന് മുന്നേയും കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക് ന്യൂട്രലിൻ്റെ പൊസിഷൻ ഒഫീഷ്യലായിട്ട് തീരുമാനിക്കുന്നത്. എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്ക്. അതിൻ്റെ കൂടെ ആ ഷിഫ്റ്റിംഗ് പാറ്റേണും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഫസ്റ്റ് താഴോട്ടും ബാക്കിയുള്ള ഗിയേഴ്സ് മുകളിലോട്ടും ഉള്ളത് നോർമൽ സ്പോർട്സ് ബൈക്കിൽ കാണുന്ന ഷിഫ്റ്റിംഗ് പാറ്റേൺ. പിന്നീടുള്ള അമേരിക്കയിലുള്ള എല്ലാ വണ്ടികളിലും ഡിസൈൻ ഉപയോഗിക്കാൻ തുടങ്ങി. അത് പിന്നെ ലോകത്തിലെ മറ്റു ബൈക്ക് കമ്പനികളും ഇതേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ജപ്പാനിലൊക്കെ പക്ഷേ ഈ സമയത്ത് ഈ ഒരു ഷിഫ്റ്റിംഗ് പാറ്റേൺ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കൺട്രോൾ പൊസിഷൻ വ്യത്യാസമായതുകൊണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡിനോട് അവരും യോജിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന
ഈ ഒരു കൺട്രോൾ സെറ്റപ്പ് മോട്ടോർ സൈക്കിളിൽ വന്നിരിക്കുന്നത്. ഇതിനെല്ലാം തുടക്കം കുറിച്ചതും അമേരിക്ക അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഷിഫ്റ്റിംഗ് ലിവറിനെ പറ്റിയും ഷിഫ്റ്റിംഗ് പാറ്റേൺ ആൻഡ് ന്യൂട്രലിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ലവ് യുവർ മെഷീൻ, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ, ബൈ ബൈ.